ഗൈസ് ഫൈനലി ഞാനും വെറൈറ്റി മീഡിയ ഇൻ്റർവ്യൂവിലെത്തി. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ആക്കാം. സുബർഗത്തിൽ എനിക്കെൻ്റെ വരനായി വരണം, സുബ്ഹാനോട് ഇരവോദൻ കരം നീട്ടിത്തരണം, ഇത് കണ്ട് അമ്മായിൻ്റെ മനസ്സൊന്നിടരണം, എനിക്കങ്ങ് സുഖിക്കണം, എന്നെ പടച്ചോനെ സ്തുതിക്കണം. പുറത്തെല്ലാം പോകുമ്പോൾ ചക്കൻ നോക്കുന്ന പെണ്ണല്ലത് ഇങ്ങനെ നോക്കൂ. പിന്നെ തൊപ്പിട്ട് റോളിട്ടുണ്ടായിരുന്നു. അതാണ് ടാഗ്. ചെക്കനെ കിട്ടിയ എല്ലാവരും പോകുന്നിടത്ത് വരുന്നവർക്ക് ചെക്കനെ കിട്ടിയ സഫൈൻ കൊണ്ടുപോയി പോവും എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇങ്ങനെ അറിയാം, ഞാൻ 18 മുമ്പ് വരാം, കറക്റ്റ് നമുക്ക് ആ ടൈമിൽ നിക്കാഹ് ചെയ്യാം, നമുക്ക് റിലേഷൻ ഒന്നും വേണ്ട, നമുക്ക് കെട്ടിയാൽ മതി, അങ്ങനെയല്ല പറയുന്നത്. ഗൈസ് ഫൈനലി ഞാൻ തന്നെ എൻ്റെ ചെക്കനെ കണ്ടെത്തി. ബട്ട് ചെക്കനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഓൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ കേൾക്കും. നീ ചച്ചലക്കല്ല ചലച്ചലക്കല്ല മുറിച്ചിടുമാ നാവ്, മരിച്ചു പോണ്ടൊരു നാള് ചിരിച്ചു നിൽക്കണ്ട കേള്, പടച്ചവൻ നിന്നെ പടച്ചു വെച്ചൊരു പടപ്പ് കണ്ടതിൽ അതിർപ്പമില്ലത് മധുരമല്ലത് മാനസല്ലത് പറയും പുലിവാല്. സിനു കാസർഗോഡ് നമ്മൾ ചെക്കനാ അറിയാം. സിനു കാസർഗോഡ് കോണ്ടാക്ട് ചെയ്തിരുന്നാ എന്ത് പറഞ്ഞു? പുതിയ റാപ്പർക്ക് ആലോചിച്ച് പറഞ്ഞാണ്ട് പോയിട്ടില്ല. മറ്റേ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടിയില്ലേ, അത് ഭയങ്കര രസമായിരുന്നു. അതിന്റെ ലിറിക്സും പാട്ടും ഒക്കെ കേൾക്കാൻ. മജ്ജത്താവല്ലേ നീ നെഞ്ചത്താക്കല്ലേ, കയ്യിലൊരു കായും വെച്ച് ബേജാറാക്കല്ലേ, മഞ്ചിലിരിക്കല്ലേ നീ മുഞ്ചു പരത്തല്ലേ, നീ കണ്ണോണ്ടൊരു നോട്ടം കൊണ്ട് ഇല്ലാണ്ടാക്കല്ലേ. സന്തോഷം. സന്തോഷത്തിലൊരു പാട്ട് പാടിയേ. എവിടെ പോയാലോ പാടുന്ന പാട്ട് പഠിക്കോ? അതായിരിക്കും സന്തോഷം അല്ലേ? धीरे धीरे दोल पिटा रे दुनिया खारे, पाट बजावे मेरा टाल पे गारे गारे हा आहा, सीधा सादा कौन रहा है, सबके अपने खेल निकाले, कोई भी हारे ना ओ यारा, रफ्तार नचे नचे धमकार पाजे पाजे. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഗൈസ് ഫൈനലി ഞാനും വെറൈറ്റി മീഡിയ ഇൻ്റർവ്യൂവിലെത്തി. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ആക്കാം. സുബർഗത്തിൽ എനിക്കെൻ്റെ വരനായി വരണം, സുബ്ഹാനോട് ഇരവോദൻ കരം നീട്ടിത്തരണം, ഇത് കണ്ട് അമ്മായിൻ്റെ മനസ്സൊന്നിടരണം, എനിക്കങ്ങ് സുഖിക്കണം, പിന്നെ പടച്ചോനെ സ്തുതിക്കണം, എന്നെ അടുത്തടുത്തിരുത്തിക്കൊണ്ട് അനവധി മുഹബത്തിൻ കഥകൾ മൊഴിയണം, അതിനൊരു മഹർമാല പണിയണം. ഇന്ന് ഇൻട്രോ പറയണ്ടേ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുക. സൂപ്പർ സഫ. താങ്ക് യു. സഫേനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? സഫ? ഇല്ല, ഒരിക്കലും ഇല്ല. വൈറൽ താരമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ, അല്ലേ സഫ? വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നൈസ് സഫ. ശരിക്കും സഫ വീട് കണ്ണൂരാണ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? +2 ആണ് അല്ലേ? എങ്ങനെയാ സ്കൂളിലേക്ക് റെസ്പോൺസ്? സ്റ്റാർ ആണോ? കുഴപ്പമില്ല, സ്കൂളെല്ലാം പോയി കുറവ്. അപ്പൊ നമ്മൾ ഈ സഫ കുട്ടീനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു റാപ്പ് സോങ്ങിൽ എന്താ കാണാൻ കിട്ടി, മലബാറി ബാങ്ക്, അത് പാടിയിട്ടാണ് സഫ എന്ന കുട്ടീനെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സഫ ഇങ്ങനെ ഒരു ഈ പാട്ടൊക്കെ പാടി അങ്ങ് വൈറലാവാൻ തീരുമാനിച്ചത്? എപ്പോ മുതൽ? സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ പാട്ടിടും, എൻ്റെ ഫേസ് ഒന്ന് കാണിക്കാണ്ടിടും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ആക്കും, എനിക്ക് എൻ്റെ പാട്ടൊക്കെ ബന്ധമാവും, അങ്ങനെ ഡിലീറ്റ് ആക്കും. അങ്ങനെ ഇക്കാക്ക് ഇങ്ങനെ വീഡിയോ എടുത്തു തന്നെ ഞാൻ അവരുടെ സ്റ്റോറി ഇട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇത് പോസ്റ്റാക്കി നോക്കി, ട്രെൻഡിങ് ആവും എന്ന് പറഞ്ഞാൽ ഇട്ട്. അങ്ങനെ ഒരു 2 days കഴിഞ്ഞപ്പോൾ തന്നെ മില്യൺ അടിച്ചു. അപ്പം എനിക്ക് ഭയങ്കരമായി. അന്ന് എത്രയായിരുന്നു ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ? 2K ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് 130K അല്ലേ? അതിന് 35K ഇങ്ങനെ കുറഞ്ഞ് കൂടി അങ്ങനെ വരും. അപ്പൊ ആ പാട്ട് ഇട്ടപ്പോൾ അങ്ങ് ഒരു എത്ര ദിവസം കൊണ്ട്? 2 days ഉണ്ട്. ഒരു 1 week ആകുമ്പോൾ 10K ആയിന് ഫോളോവേഴ്സ്. പിന്നെ പാട്ട് കുറച്ച് കഴിഞ്ഞ് ഇപ്പാണ് ഇട്ടത്. അപ്പോൾ ഇടുന്നതന്നെ എല്ലാം വൈറലാവാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ ഡ്രിൽ ടൈപ്പ് ആയിട്ട് മാപ്പിളപ്പാട്ടെല്ലാം ഉണ്ടാവില്ലേ, അത് ചെയ്ത്. ഞാൻ കൂടുതലായിട്ട് സഫേനെ ശ്രദ്ധിച്ചത് എപ്പോഴാണെന്നറിയോ? ഇപ്പൊ പാടിയൊരു പാട്ടല്ലേ, എന്താ എനിക്കൊരു മംഗലം സെറ്റ് അയക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വരക്കുന്ന ചെക്കനോ. എത്ര ചെക്കന്മാരെങ്ങനെ വന്ന് കമന്റിൽ കുറേ ഉണ്ട്.
പക്ഷെ പറ്റിയ ആളൊന്നുമില്ല. പറ്റിയ ആളില്ല. എന്താണ് സഫയ്ക്ക് പറ്റുന്ന ആളെങ്ങനെയായിരിക്കണം സഫ? അത് ആ പാട്ടിൽ തന്നെ ഉണ്ട്, സുബർഗത്തിൽ എനിക്കെന്താ അലുമല. അപ്പോൾ ഈ ഒരു പാട്ട് തുടങ്ങുമ്പോൾ ആരാ ഫസ്റ്റ് ആ ഡയലോഗ് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചേ? മജ്നുവിൻ്റെ റേഡിയോ എന്നിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അപ്പോൾ അതിൽ അഡ്മിൻ ആണ് ഷബീബ് ഒഫീഷ്യൽ. അപ്പോൾ ഞാൻ അന്നേരം കൊളാബ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ കടക്കണ്ണിൻ മുന്നേ ആ പാട്ട് ഇതാക്കിയിട്ടുണ്ട് പറഞ്ഞ് അതേ ട്യൂണിൽ എനിക്ക് ഞാൻ വേറൊരു ലിറിക്സ് തരാമെന്ന് പറഞ്ഞു, ഈ ഒരു ഡയലോഗ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പാട്ടിന് മാച്ച് ആയിട്ടുള്ള ഡയലോഗ് അവർക്ക് ചെക്കൻ നോക്കുന്നുണ്ട്, അങ്ങനെ പാടി. അപ്പോൾ ആ ഒരു എല്ലാം കൂടി മാച്ചായി അങ്ങനെ പാടി. ഈ പുറയിൽ ചെക്കനെ നോക്കുന്നുണ്ടെന്നുള്ളത് വീട്ടിൽ ഉമ്മയും ബാപ്പയൊക്കെ അറിഞ്ഞിനോ? ഇതാ ഇട്ടതിന് ശേഷം എന്താ സഫൊക്കെ എന്താ പറഞ്ഞു ഉമ്മയും? അവര് ഒരുമാതിരി ഇത് എത്ര ആൾക്ക് ആളുന്നുണ്ടാവും എന്ന് വെച്ച് പറഞ്ഞു, ഉമ്മ ഇതെല്ലാം അങ്ങനെ വിട്ടാൽ മതി, അങ്ങനെ വിട്ടാലേ വൈറലാവുള്ളൂ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് സഫിന്റെ ആ പാട്ടൊന്ന് ആദ്യം കേൾക്കാം. എനിക്ക് ഈ ഒരു പാട്ട് അപ്ലോഡ് ചെയ്യുന്നു, അതില് ഡബ്സി വരെ കമന്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു ആ നിങ്ങക്ക് പറ്റിയ ആളോ, അത് ഡബ്സിക്ക് മാച്ച് ആണെന്നാണോ? അങ്ങനെയല്ല, പാട്ട് ഇതായോണ്ട് കമന്റ് ഇട്ടില്ലേ, അപ്പൊ എല്ലാരും ഇങ്ങനെ ആ നിങ്ങക്ക് പറ്റിയ ആളാണ് ഡബ്സി എന്ന് പറയും. പുള്ളിക്കാരനായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടോ? കോണ്ടാക്ട് ഇല്ല, ഫോളോ ആക്കുന്നുണ്ട്. ഫോളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോയിങ്സ് ആണ്, അല്ലാതെ മെസ്സേജ് ചെയ്തിട്ടോ കമന്റ് ഒരൊറ്റ കമന്റേ ചെയ്തുള്ളൂ? ആ ഒരു ഞാൻ എന്തോ മെൻഷൻ ചെയ്തതിനൊരു ഹേർട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട റാപ്പ് സോങ് സിംഗർ ആരാ? ഓഫ്കോഴ്സ് ഡാബ്സി, ബിക്കോസ് ഓൻ്റെ സോങ്ങിലാണ് ഞാൻ വൈറലായ. അതുകൊണ്ടാണോ? അതുകൊണ്ടെന്ന് വെച്ചാൽ കാരണം എനിക്ക് ഇങ്ങനത്തെ സോങ്ങാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് പാടണോ തോന്നി, ആ ഒരു ടൈം അങ്ങനെ. അപ്പൊ ഇൻസ്പിറേഷൻ ആയത് ഡബ്സിയാണോ? അപ്പൊ ഈ ഒരു പാട്ട് അപ്ലോഡ് ചെയ്തിട്ട് വരുന്ന, ഞാൻ പറഞ്ഞല്ലോ ഈ കമന്റ്സ്, ഇഷ്ടം പോലെ കമന്റ്സ്, ഞാൻ വേണമെങ്കിൽ 2-3 കമന്റ്സ് വായിക്കണോ? നമുക്ക് വായിച്ചോ. നമുക്ക് ആ ഒരു സോങ്ങിൽ വന്ന് കമന്റ് ആക്കാൻ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ കമന്റ് ആക്കിയിട്ടുണ്ട്. അതിൽ വരുന്ന കുറച്ച് വൈറൽ കമന്റ്സ് നമുക്ക് നോക്കാം അല്ലേ? നല്ല മൊഞ്ചുള്ള കുട്ടിയെ കണ്ടപ്പോൾ കമന്റ് ഇടാൻ പോയ ഞാൻ കമന്റ് ബോക്സ് കണ്ട് കിളി പോയി. മൊത്തം ഇൻഫ്ലുവൻസേഴ്സ്, സിംഗേഴ്സ്, പിന്നെ ബ്ലൂടിക്കുകാരും എല്ലാ നാറികളും ഉണ്ട്. ആ ഇനിയിപ്പോ നോക്കിയിട്ട് എന്താ, അവളുടെ ഒരു ലൈക്ക് കിട്ടിയാൽ ഭാഗ്യം. ലൈക്ക് കൊടുത്തിരിക്കുന്ന ആക്ക് ലൈക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു തജ്വീദ് കിങ് പറയുന്നുണ്ട്. ആ തജ്വീദ് കിങ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തജ്വീദ് കിങ് എന്നാണ് കുറച്ച് ഇങ്ങനെ എല്ലാ കമന്റിലും ഉണ്ടാവും, എല്ലാ വീഡിയോസിലും ഉണ്ടാവും. എന്താ വെച്ചാല് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, മറ്റേ കാഫും കാര്യങ്ങളും മഹറജും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ മതിയോന്ന്. നോക്കാറുണ്ടോ ഈ കമന്റ് ഇടുന്നവരെ? കമന്റ് ബോക്സ് ഒക്കെ കയറി കമന്റിൽ അവർ നോക്കാറുണ്ടോ? നോക്കലെല്ലാം ഉണ്ട്. ഓക്കെ. ഇതിൽ വന്നതിന് ശേഷം നല്ലൊരു കമന്റ്, വന്നൊരു പ്രപ്പോസൽ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു മെസ്സേജോ കമന്റോ ഏതെങ്കിലും സഫോർത്തിരിക്കുന്നുണ്ടോ? അങ്ങനെ വെച്ചാല് സഫൈൻ കൊണ്ടുപോയി പോവും എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇങ്ങനെ വരും, ഞങ്ങക്ക് റിലേഷനിൽ താല്പര്യമില്ല ഞാൻ പറയൂ, പിന്നെന്താ നീ പാട്ടിട്ടിനെന്ന് ചോദിക്കോ, ഞാൻ വെറുതെ കണ്ടതിനോട് ഇട്ടെന്ന് ചോദിക്കോ പറയൂ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ അറിയാം ഞാൻ 18 മുമ്പ് വരാം, കറക്റ്റ് നമുക്ക് ആ ടൈമിൽ നിക്കാഹ് ചെയ്യാം, നമുക്ക് റിലേഷൻ ഒന്നും വേണ്ട, നമുക്ക് കെട്ടിയാൽ മതി, അങ്ങനെയല്ല പറയുന്നത്. അങ്ങനത്തെ പോയിട്ടുള്ളല്ലേ, അങ്ങനത്തെ ആളുകളൊക്കെ വരാറുണ്ട്. അത് റിലേഷൻഷിപ്പ് ഒന്നും ആവണ്ട, നമുക്കൊന്ന് ഓക്കെ ആക്കി ഉറപ്പിച്ച് വെച്ചാൽ മതി എന്നല്ലേ. ഉപ്പാന്റെ നമ്പർ തരാ, അങ്ങനെ ആർക്കെങ്കിലും നമ്പർ കൊടുത്തോ? ഉപ്പാന്റെയോ ഇക്കാക്കേന്റെയോ? ഇല്ല. ഏകദേശം എത്ര ഏജിൽ കുട്ടികൾ തന്നെയാണോ, അതോ നിങ്ങളുടെ ഏജിലുള്ള ആൾക്കാരാ വരുന്നല്ലേ? വലിയ ശരിക്കും സീരിയസ് ആയിട്ട് വരുന്നുണ്ട്, അന്നേജിന് താഴെയും വരുന്നുണ്ട്, പിന്നെ കുറച്ച് 25 വയസ്സ് അങ്ങനെയല്ലോ. ശരിക്കും സഫയ്ക്ക് ഞാൻ ചോദിച്ചില്ലേ, കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സഫേന്റെ ഒരു കൺസെപ്റ്റിലുള്ള ആൾക്ക് എന്തൊക്കെ ഉണ്ടാവണം, എന്തൊക്കെ ആവണം? കേട്ടോളൂ, ഇപ്പൊ സഫ പറഞ്ഞുതരും. എന്താ പറയാ, ട്രസ്റ്റബിൾ ആയിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം,
പിന്നെ ഓവർ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താ പറയാ നമ്മളെ മിസ്റ്റേക്കിനും എല്ലാ പൊട്ടത്തരങ്ങൾക്കും കൂടുന്നു മതി. അതിലും തന്നെ. പിന്നെ ഏജ് എങ്ങനെയായിരിക്കണം? ഏജും നമുക്ക് പ്രശ്നമില്ല. ഇല്ല. ഇപ്പോ എന്താ പറയാ, സെയിം ഏജ് ആയാലും വലിയ കുറച്ച് ഒന്നും പ്രശ്നമില്ല. വളരെ സ്നേഹിക്കുന്നവനും വിശ്വസിക്കുന്നവനും നമ്മൾ മനസ്സിലാക്കുന്നവനും മതി. നമുക്കിപ്പം എന്താ പറയാ, ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ല, പിന്നെ ഓരായിരിക്കുമല്ലോ. എന്താ പറയാ അങ്ങനെ. ഇപ്പൊ ഇതിലേക്ക് വന്നിട്ട് ഇപ്പൊ കുറെ പ്രോഗ്രാംസ് ചെയ്യുന്ന അല്ലേ, കുറെ ഷോസ് ചെയ്യുന്ന, അപ്പോ സഫേന്റെ ലൈഫിൽ വന്ന വലിയൊരു മാറ്റം എന്താ, ഒരു ചേഞ്ച് ആയിട്ട് എന്താ ഉള്ളത്? അതായത് ഭയങ്കര ഹാപ്പി. കാരണം പുറത്തെല്ലാം പോകുമ്പോ ചെക്കനെ നോക്കുന്ന പെണ്ണല്ലത് ഇങ്ങനെ നോക്കൂ. പിന്നെ തൊപ്പിട്ട് വളയിട്ടുണ്ടായിരുന്നു. അതാണ് ടാഗ്. ചെക്കനെ നോക്കുന്നു, ചെക്കനെ കിട്ടിയ എല്ലാവരും പോകുന്നിടത്ത് വരുന്നവർക്ക് ചെക്കനെ കിട്ടിയ അപ്പൊ എന്ത് പറയും? ഞാൻ പറയൂ ഇല്ല, ചെക്കൻ തേച്ച്. അപ്പൊ നമുക്ക് ആ തേച്ച പാട്ടൊന്ന് കേട്ടാലോ ഇനി അടുത്ത? ഗൈസ്, ഫൈനലി ഞാൻ തന്നെ എൻ്റെ ചെക്കനെ കണ്ടെത്തി. ബട്ട് ചെക്കനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഓൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ കേക്ക്, നീ ചെച്ചലക്കല്ല ചലച്ചലക്കല്ല മുറിച്ചിടുമാ നാവ്, മരിച്ചു പോണ്ടൊരു നാള് ചിരിച്ചു നിൽക്കണ്ട കേള്, പടച്ചവണ്ണിനെ പടച്ചു വെച്ചൊരു പടപ്പ് കണ്ടതിൽ അതിർപ്പമില്ലത് മധുരമല്ലത് മാനസല്ലത് പറയും പുലിവാല് പടരും ഈ ഹാല്, അവിടും ഇവിടും തെണ്ടി നടന്ന് കണ്ട സംഭവം കൊണ്ട് വീട്ടിൽ വന്ന് തട്ടിടുന്നതെന്താ സംഭവം, നിന്റെ നാക്കിൻ തറ്റും അല്ലാ മറന്നു കുറയായി. കുഴപ്പമില്ല. ഓക്കെ, ശരിക്കും സഫേന്റെ വലിയൊരു ഡ്രീം എന്താ ഇനി? ഒരു പ്രൊഫഷണൽ സിംഗർ ആവണമെന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിലേ പാടുമായിരുന്നോ സഫ, അല്ലെങ്കിൽ പെട്ടെന്നാണോ ഇങ്ങനെ പാടിക്കളയാൻ തോന്നി, അല്ലെങ്കിൽ ചെറിയ കുട്ടിയിലേ പാടി നടക്കുന്ന മോളായിരുന്നോ? അങ്ങനെ വെച്ചാൽ ഞാൻ പാട്ട് പാടും, പക്ഷെ എന്നാലും ഇങ്ങനെ പാടൂ എന്നുള്ളൊരിത് പരക്കാർക്കൊന്നും അറിയില്ല. എപ്പോഴാ പരക്കാർ അറിയുന്ന? ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷമാണോ? അല്ല ഞാൻ സ്കൂളിൽ നിന്ന് പാടും, അങ്ങനെ ഡിസ്ട്രിക്ട് അങ്ങനെ പോയി. പിന്നെ ഇപ്പോ കുറെ ആളുകളെ കൂടെ എന്താ പറയാ ആൽബം ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അത് ഭയങ്കര നെഗറ്റീവ് വന്ന്, നല്ലോണം നെഗറ്റീവ് വന്നിന്. എന്താ വെച്ചാല് ഇപ്പോഴത്തെ ഒരു ഇതിൽ പോന്നല്ലേ, അപ്പം അതിലെ ആൽബം എന്ന് വെച്ചാൽ കുറച്ച് ഓൾഡ് ആയിട്ടുള്ളല്ലേ അങ്ങനെ. അപ്പൊ തൻസി കൂത്തുപുറമ്പ് എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ ആയിരുന്നു അല്ലേ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് തൊപ്പിന്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു സഫേന്റെ. പുള്ളി തൊപ്പിയായിട്ട് അറിയോ? തൊപ്പിനെ അറിയാവോ? പിന്നെ അറിയാം. മീൻസ് വീഡിയോയിലൂടെ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയോ? കണ്ടിട്ടുണ്ടായിന്, ബീച്ചിൽ നിന്ന് കണ്ടിട്ടുണ്ടായിന്. ആള് ഭയങ്കര നൈസാണ്. തൊപ്പി എങ്ങനെ അങ്ങോട്ടേക്ക് മിണ്ടിയോ, അല്ലെങ്കിൽ തൊപ്പിക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോയി മിണ്ടിയോ? ഞാനിങ്ങനെ തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ് ആയി. അപ്പൊ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു സഫ മുസ്തഫ. ഞാൻ പറഞ്ഞു എന്നിട്ടും പറഞ്ഞു ആ സഫ മുസ്തഫ അല്ലേ എന്ന് പറഞ്ഞു. അവന്റെ ഫ്രണ്ടും ഉണ്ടായിനി. അങ്ങനെ അപ്പൊ തൊപ്പി എന്തോ പറഞ്ഞല്ലോ, പാവം പെണ്ണാന്നൊക്കെ. പാവം പെണ്ണാടാ. നമുക്ക് സഫ നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? ഏത് സെഗ്മെന്റാ വേണ്ടേ? സഫ പറഞ്ഞ സെഗ്മെന്റ് ഞാൻ തരും, അല്ലെങ്കിൽ ഞാൻ തരുന്ന സെഗ്മെന്റ് സഫ ചെയ്യോ? എന്താ വേം പറ. ഭയങ്കരമായ സംഭവമായ സെഗ്മെന്റ് ഒന്നുമല്ല. നമ്മൾ എല്ലാ പാട്ടുകാരെ കിട്ടുമ്പോഴും നമ്മൾ ഈ സെയിം സെഗ്മെന്റാ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത് തന്നെ ഇതിൽ കുറച്ച് ഒരു 3-4 എണ്ണം നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്, ഓരോ സിറ്റുവേഷൻ. ഇതിങ്ങനെ കുലുക്കി ഓരോന്ന് എടുക്കുക, തുറക്കുക, അതിന് മാച്ചായിട്ടുള്ള ഒരു പാട്ട് പാടാം. സെറ്റ്? സെറ്റ്? എന്താ ഡയലോഗ് പറയണോ? ഇനി ഡയലോഗ് പറയണമെങ്കിൽ സഫക്ക് മാത്രം ഡയലോഗ് പറഞ്ഞിട്ട് വേണമെങ്കിൽ പാടാം. ഓക്കെ, അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് കൊടുക്കും വിഷ്ണു, കൈ പിടിച്ചോ. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ കുലുക്കി എടുക്കുക, അതിന് മാച്ച് ആയിട്ടുള്ള ഒരു പാട്ട് പാടാം. വിരഹം, അതിന് മാച്ചായ ഒരു പാട്ട്. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം. ലിറിക്സ് അറിയില്ല. വിടരാപ്പ് മൊട്ടുകൾ അവിടെ കലഹിക്കും പലവട്ടം, അതാണ്. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, വിടരാപ്പൂ മൊട്ടുകളവിടെ കലഹിക്കും പലവട്ടം. ഓക്കെ, അതിട്ടിട്ട് അടുത്ത പാട്ട്. സന്തോഷത്തിലൊരു പാട്ട് പാടിയേ. സന്തോഷം തരുന്ന പാട്ട് ഞാൻ പാടാം. എവിടെ പോയാലോ പാടുന്ന പാട്ട് പഠിക്കോ? അതായിരിക്കും സന്തോഷം അല്ലേ? പാട്. ഹിന്ദിയാണ്. ആയിക്കോട്ടെ.
धीरे धीरे दोल पिटारे दुनिया खारे पाट बजावे मेरा टाल पे गारे गारे हा आहा सीधा सादा कौन रहा है सबके अपने खेल निकाले कोई भी हारे ना ओ यारा रफ्तार नचे नचे धमकार पाजे पाजे दुम तनके हा दीवाने सारे रफ्तार नचे नचे धमकार पाजे पाजे यके 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 हा എൻ്റെ ഫേവറേറ്റ് ആണോ? ശരിക്കും സഫയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താ? എനിക്ക് സന്തോഷം തരുന്നത് പാട്ട് പാടുന്നത്, ഡാൻസ്. ഡാൻസർ ആണോ? 2 സ്റ്റെപ്പ് ഇടണോ? ഉമ്മാണ്ടാ ഇപ്പൊ ഞാൻ ഡാൻസ് അങ്ങനെ കളിക്കലില്ല, പക്ഷെ അന്നേരമല്ലോ പാട്ടിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഡാൻസിനാണ്. ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നൊന്നുമില്ല, വെറുതെ പാട്ട് പഠിക്കുന്നുണ്ടോ സഫ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്തോ. ഫ്രണ്ട്ഷിപ്പ് തൽക്കാലം വേറെ ഏതെങ്കിലും പാടാ. ഓക്കെ. ഏയ് ബനാനെ ഒരു പൂ തരാമോ, ഏയ് ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ. അല്ലാ ഞാൻ നല്ല പാട്ട് കായ് തരണ്ടേ. മന്ദാകിനി ഒന്നാകുമോ കാര്യം ഞാൻ എല്ലാം നോക്കിയിട്ടാ പാടുന്ന, എല്ലാം മാറ്റം വരുത്താണ്ട്. അതെ അതെ അതെ, കുറച്ച് മാറാനുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, എങ്ങനെയാ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഈ ഇരിക്കുന്ന ഒരു കുഞ്ഞു മാത്രമാണോ, ഒരു കുട്ടി മാത്രമാണോ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണോ? ഫ്രണ്ട്സ് ഞാൻ എല്ലാവരായിട്ട് ഭയങ്കര കമ്പനിയാവും, പക്ഷെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ദുഃഖത്തിന് മാച്ച് ചെയ്തൊരു പാട്ട്. भुला देना मुझे है अलविदा तुझे, तुझे जीना है मेरे बिना, सफ़र ये है तेरा है राज़ता मेरा, तुझे जीना है मेरे बिना. ശരിക്കും അല്ലേ? ഭയങ്കര സങ്കടപ്പെടുത്തി കളഞ്ഞ സഫ. നെക്സ്റ്റ്. സ്കൂൾ ലൈഫ് ഉള്ളത് പറയട്ടാ. 10th വരെ ഭയങ്കര നൈസായിരുന്നു. +1 +2 എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇല്ല, 10th വരെ ഗേൾസ് സ്കൂളിലായിരുന്നു, മിക്സഡ് സ്കൂളിലായിരുന്നു? അല്ല, മിക്സഡ് തന്നെ. ഇപ്പൊ പഠിക്കുന്നത് മിക്സഡിൽ തന്നെ. ഞാൻ 10th വരെ CBSE പഠിച്ചത്. അപ്പോൾ CBSE എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും CBSE കണ്ണാപ്പി അങ്ങനെ പറയില്ലേ, പക്ഷെ ഞാൻ പഠിച്ച സ്കൂൾ ITM. അപ്പോൾ ഇപ്പം ആ സ്കൂള് പൂട്ടി, പക്ഷെങ്കിൽ എന്താ പറയാ ഭയങ്കര അവിടെ കോളേജും ഉണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളി വൈബ് സ്കൂളേനു. പിന്നെ ഫ്രണ്ട്സ് എല്ലാം അടിപൊളി. CBSE ആണെന്ന് ആരും പറയില്ല, അത്രക്ക് ഫ്രീഡം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ഗവൺമെന്റിലാണ്. പക്ഷെ എനിക്ക് ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാല്. ഞാൻ പറഞ്ഞില്ല മുന്നേ പഠിച്ച ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേ അവസ്ഥ. ആണോ? അപ്പൊ 10th വരെയുള്ള സ്കൂൾ ലൈഫിന് മാച്ച് ചെയ്യുന്ന ഒരു പാട്ട് പാടിക്കോ. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ, കരയില്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി, എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു, പേരില്ല രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര, ആരാരും കാണാതെന്നരികെ വരാമോ, അരികിൽ ഞാൻ വന്നാൽ എന്തു തരും നീ. ഇനിയുണ്ടോ അതില്? ഇനിയില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സഫ ഇപ്പൊ എത്രയായി ശരിക്കും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട്? എത്ര ഏകദേശം 1 year ഒക്കെ ആയില്ലേ? 1 year ആയി. അതിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് കമന്റ്സ്, കുറെ റൂമേഴ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ തൻസീറിന്റെ കൂടെ ആൽബം ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓന്റെ വേറെ ടൈപ്പ് എന്റെ വേറെ ടൈപ്പ്, അങ്ങനെ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിനി. പിന്നെ കുറെ റൂമേഴ്സ് ഉണ്ട്. അല്ലാ, ഇത്ര മാത്രം റൂമേഴ്സ് എന്താ സഫ വരുന്നേ? എന്താ പറയാ, ഉണ്ടാവുമല്ലോ, കുറച്ചൊന്ന് കയറി കഴിഞ്ഞാല് എങ്ങനെയും ആൾക്കാർക്ക് ഉണ്ടാക്കാലോ. അപ്പൊ ഞാൻ ഈ ഒരു സീനോ ബസ്സിൽ ഇങ്ങനെ ഇരിക്കലാം, എന്നിട്ട് ഒരു ചെക്കൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നിട്ട് പറഞ്ഞ് സഫ മുസ്തഫ അല്ല, ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു എടുത്തു എന്ന് പറഞ്ഞ് എടുത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോ
ഈ ചെക്കന് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചിട്ട് ഞാനും ഓളും ഒരു സ്ഥലത്ത് പോയത് ഒരുമിച്ചല്ലേ ഇരിക്കുന്നു. അപ്പൊ എല്ലാരും എന്താ വിചാരിക്കുക, ആ നമ്മള് കപ്പിളാണ് അങ്ങനെ വിചാരിക്കുക. അപ്പൊ അങ്ങനെ 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 കൊറേ റൂമേഴ്സ്. ആ ചെക്കനിട്ട് അങ്ങനെ അയച്ചു കൊടുത്തോ? ആ ആർക്കെല്ലോ അയച്ചു കൊടുത്തു. അയ്യോ, എന്നിട്ട് എങ്ങനെ സഫ അറിഞ്ഞ്? ഇങ്ങനെ പറഞ്ഞടി, ഇങ്ങനെ ഒരാള് ബസ്സിലേതോ ചെക്കൻ്റെ ഒപ്പം ഓർമ്മയില്ല അതാരപ്പ എന്ന് പറയുമ്പോ ആലോചിക്കുന്നു ഇങ്ങനെ ഒരാള് ഫോട്ടോ എടുത്തിന്. പിന്നെ ഇതെല്ലാം കാണുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരാൾ വിശ്വസിച്ച് പോകും. പിന്നെ അപ്പൊ ഇത് എന്നിട്ട് ആ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തോ? പിന്നെ ഇല്ല, എന്തോ ആകട്ടെ. ഇപ്പോ സഫ അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു കുട്ടിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പല മ്യൂസിക് ആളുകൾ, അതായത് സിംഗേഴ്സ്, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, അങ്ങനത്തെ ഉള്ളവർക്ക് ഒരുപാട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സഫിനെ. തൻസീർ കൂത്തറുമ്പ് അത് നമ്മള് കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സജീർക്കൊപ്പം സജീർക്കൊപ്പത്തിന്റെ കൂടെ എന്തെങ്കിലും പുതിയ പ്രൊജക്ട് എന്തെങ്കിലും വരാൻ ഇൻഷാല്ലാ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ സിനു കാസർഗോഡ് നമ്മൾ ചെക്കനാ അറിയാ സിനുകാസർഗോഡ് കോണ്ടാക്ട് ചെയ്തിരുന്നാ? എന്ത് പറഞ്ഞു? പുതിയ റാപ്പർ ചോദിച്ച് പറഞ്ഞ ഡുവറ്റിനില്ല. എവിടുന്നാ സിനു കാസർഗോഡിനെ കണ്ടേ? രാഷ്ട്രീയ ഭവന്റെ മംഗളത്തിലുണ്ട്. അപ്പോഴാണോ പുള്ളി ഇങ്ങനെ ഒരു ആവശ്യം? നമുക്ക് സഫ അടുത്ത് പാട്ട് ചെയ്താലോ ചേച്ചി പറഞ്ഞു. മോനെ വേണ്ട. ചെക്ക പൊളിയാട്ടോ. അവന്റെ റാപ്പ് അതൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ പേഴ്സണലി ആള് ഭയങ്കര പൊളിയാ സിനു. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവൻ. നല്ല അടിപൊളിയാ സിനു, അടിപൊളിയാണ്. ഇപ്പൊ റാപ്പ് ഇറക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാ ശരിക്കും? എങ്ങനത്തെ ഒരു റാപ്പ് ആയിരിക്കും അത്? ഡ്രിൽ ടൈപ്പ് റാപ്പ് എന്ന് പറയാൻ അടുക്കൊരു റാപ്പ് ടൈപ്പ് അങ്ങനെല്ലാം ഉണ്ടാവും. ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയുന്ന ഒരു കമന്റ് എന്താ? ചെക്കനെ കിട്ടിയ സഫ. അത് തന്നെ അല്ലേ ഇത്? അപ്പൊ ഇനിയിപ്പോ ഒരു ചെക്കൻ ശരിക്കും അങ്ങോട്ടേക്ക് വന്നാ എന്റെ സഫ അവനെ നോക്കി ഏത് പാട്ട് പാടും? നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ തേനായി സ്നേഹം തേൻവരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടുങ്കാപ്പി മിഴിയൊന്ന് കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്ത് കാത്ത്. സൂപ്പർ. ഇപ്പോ ഡബ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഡബ്സിന്റെ ഒരു റാപ്പ് വളരെയധികം അങ്ങോട്ടേക്ക് പാടി വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു സഫ. അപ്പോ ആ പാട്ടൊക്കെ പാടുമ്പോ ഡബ്സി കമന്റ് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. സ്റ്റോറി ഇട്ടിനെ, കമന്റ് ഇട്ടിട്ടില്ല. ആരോ മെൻഷനാക്കിയിട്ട് സ്റ്റോറി ഇട്ട. കമന്റ് ആക്കിയത് മറ്റേ സ്വന്തമായിട്ട് ഇറക്കിയ പാട്ടില്ലേ സുവർഗത്തിൽ, അതിലാണ്. അപ്പൊ ഡബ്സി ഇതിൽ കമന്റ് ചെയ്തിട്ടില്ല? ഇതിലും ഡബ്സിയുടെ കമന്റ് ഞാൻ കണ്ടു. ഈ പാട്ടിലല്ല, സുവർഗത്തിലും മറ്റേതുവാ. ആ പാട്ടൊന്ന് കേട്ടാലോ നമുക്ക്? അതൊക്കെ വരുമ്പോ എനർജി അങ്ങ് വരട്ടെ സഫയ്ക്ക്. എസ്സിന് കണക്കിന് കാണാൻ കെട്ടിയ മച്ചാറില് പാടാൻ പറ്റി പാട്ടും പൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങി അരിക്കാറാക്കി സുഗുണ്ടയും ഒരു സെറിയും കൂട്ടി നാടച്ചം ഞാൻ വാരിക്കൂട്ടി ഒത്തിരി കനവത് നേട്ടിക്കൂട്ടി അത്ര മനത്തിൽ തെണ്ടിക്കൂട്ടി കത്തിന് കനവത് മാറത്തിട്ട് ഇത്തിരി പൊതിനിട്ട് താഴെക്കിട്ട് ഒത്തിരി പിറതിൽ ഊതിട്ടിട്ട് പെടന്നോരെ അരിക്കല നിരക്കല ചിലക്കല ചൊളിക്കല ചെറിനിട്ട് ചോയ്ക്കല ചെറിനിട്ട് ചെയ്യല മടമടമടയണ മടിയവരായൊരു പുതിയവരായവരെ. ഭയങ്കര ടഫാണോ ഈ പാട്ട് പാടാൻ? ടഫാണോന്ന് ചോദിച്ചാൽ അങ്കില്ല പറക്കുന്ന പാടുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. ഇവിടെ ഇരിക്കുമ്പോ എന്താ കംഫർട്ട് കുറയുന്നില്ല. ഡയറക്റ്റ് സഫ അങ്ങോട്ട് എന്റെ പകിട് എന്നോട് ചോദിക്കും ഞാൻ പകിട് കുറവാണോ എന്ന്. എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. ബഗിഡ് കുറവാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ആ ഒരു എനർജിക്കാണല്ലേ നിങ്ങളുടെ അവിടെ പറയുന്നത് ബഗിഡ് അല്ലേ? അല്ല, ബഗിഡ് എന്ന് പറഞ്ഞ പൊട്ടത്തരോ. അയ്യോ, നിങ്ങൾ വിചാരിച്ച എനർജി. എന്നിട്ട് ഞാൻ ചോദിക്കും ഞാൻ നല്ല ബഗിഡല്ലേ? ഇങ്ങനെ പറയുന്നത് പിന്നെ അയ്യോ എനിക്ക് അല്ല അത് കറക്റ്റ് ആണെങ്കിൽ കൂടി ഞാൻ ബഗിഡ് പറയുമ്പോ ഭയങ്കര എന്താ പറയാ, നമ്മൾ ഭയങ്കര എനർജി പറയുന്നത്. ഞാൻ ബഗിടുന്ന നല്ല ബഗിഡ. ശരിക്കും എങ്ങനെയാ സഫ? എങ്ങനെയാ ബഗിഡാണോ? ചെറുതായിട്ട് നല്ലോണം ബഗിഡാണ്. ഇനി ഇപ്പോ ഉപ്പ വീട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വീട്ടിലെ ഫാമിലിന്റെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോ എങ്ങനെയാ സഫ സ്റ്റാർ ആണോ അവിടുത്തെ? സൈദാന്റെ മോള്, മുസ്തഫാന്റെ മോള് ഇങ്ങനെ പറയൂ. അങ്ങനെ പറയൂ? ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയോ? പറയൂ. എന്താ പറയാ, ഈ പാട്ടിനെ കൊണ്ടൊന്നും നേടി എത്തൂലാണേ.
പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ എന്നെല്ലാം പറയും. അങ്ങനത്തെ ഉള്ളവരോട് അപ്പൊ എന്ത് പറയും? കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ദിവസം കാണിച്ചു കൊടുക്കും. മറ്റേ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടിയില്ലേ, അത് ഭയങ്കര രസമായിരുന്നു. അതിന്റെ ലിറിക്സും പാട്ടും ഒക്കെ കേൾക്കാൻ. അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സഫിന്റെ അടുത്ത്? എല്ലാരും പറഞ്ഞു നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കൊന്ന് കേട്ടാലോ? മജ്ജത്താവല്ലേ നീ നെഞ്ചത്താക്കല്ലേ, കയ്യിലൊരു കായും വെച്ച് ബേജാറാക്കല്ലേ, മഞ്ചിലിരിക്കല്ലേ നീ മുഞ്ചു പരത്തല്ലേ, നീ കണ്ണോണ്ടൊരു നോട്ടം കൊണ്ട് ഇല്ലാണ്ടാക്കല്ലേ, ഹബീബി 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 എന്ത ഹബീബി, ബലാലിന് കൗങ്ങുമ്മ കേറ്റി ഹലാക്കിലെ ഒലുങ്ങഞ്ഞാക്കി, ബിലാലെ നീ എന്ത് പറയണത്, ഹലാക്കിൻ്റെ കഥ ചൊല്ലിച്ചിരിക്കണത്, മിണ്ടാതെ കയ്യും കെട്ടി നോക്കണത്, ചങ്ങായിൻ്റെ തല തല്ലിപ്പൊളിക്കണം, മജ്ജത്താവല്ലേ നീ നെഞ്ചത്താക്കല്ലേ, നീ കയ്യിലൊരു കായും വെച്ച് ബേജാറാക്കല്ലേ. സൂപ്പർ. ഇത് എവിടുന്നാ? വീട്ടിലെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടോ സഫക്ക്? ഇല്ല. അപ്പൊ എവിടെ ഇരുന്ന് പാടും വീട്ടിലേക്ക് ഇരിക്കുമ്പോ? ഞാൻ 2-3 പാട്ട് സ്റ്റുഡിയോ പോയിട്ട് പാടിയാ, ബാക്കിയെല്ലാം നമുക്ക് ഇനി ഒരു പാട്ട് കൂടി കേൾക്കാം, അപ്പോഴേ ആളങ്ങോട്ട് ശരിയാവുന്നുള്ളൂ. അല്ല, ഞാൻ ഒരു പാട്ട് കാണിച്ചാൽ ഈ പാട്ട് പാടി കേട്ടോ. എടാ മോനെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ, ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സൊല്ല്, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലൊന്നെടുത്തു വച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ്, ഇല്ലുമിനാത്തി ഇല്ലുമിനാത്തി, അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാത്തി. ഇതാണ് സഫയുടെ എനർജി. ഇപ്പോഴാണ് സഫക്ക് വളരെയധികം എനർജി വരുന്നത് അല്ലേ പാടുമ്പോ? അപ്പൊ വീട്ടിലേക്ക് ഉമ്മ പറയുവോ പാടേക്കോ, അല്ലെങ്കിൽ പണിയെടുക്കുമ്പോ പാട്ടടിക്കൊണ്ട അല്ല പാട്ട് കേൾക്കും പാടും അങ്ങനെ ചെയ്യും. അപ്പൊ പണിയെടുക്കുമ്പോ പാട്ടും കൂടി നടക്കും. അപ്പൊ നല്ല സുഖമായ സ്പീഡിൽ ചെയ്യും. പഠിക്കുമ്പോ ഞാൻ പാട്ടൊക്കെ പഠിക്കുമ്പോഴും പാട്ട് കേൾക്കും. പാട്ട് പാടുവോ? അപ്പൊ പഠിക്കലെങ്ങനെ? പാടലല്ല കേട്ടുകൊണ്ട്. അപ്പൊ ഇതും ഒരിക്കൽ ലിറിക്സ് എല്ലാം എഴുതിച്ചു. എക്സാമിനപ്പോ ലിറിക്സ് എഴുതിക്കോ? ആവുന്നില്ല. അല്ല, ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോ കറക്റ്റ് മൈൻഡിൽ അത് വരുവോ? അങ്ങനെ എല്ലാം ഒപ്പിക്കാം. ഞാൻ കുറച്ച് വേർഡ്സ് തരട്ടെ, അത് നിങ്ങളുടെ സ്ലാങ്ങിൽ എന്തൊക്കെയാ പറയാ നിങ്ങൾ പറയണം. ഓക്കെ. ഫസ്റ്റ് ചൂല്. മാച്ചി. എന്താ? മാച്ചി. 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 ചൂലിന് മാച്ചി. നെക്സ്റ്റ് സിറ്റ് ഔട്ട്. എറയോ എറയത്ത്. എറയത്ത്. അതായത് ഞങ്ങളിവിടെ കൊലായി എന്നൊക്കെ പറയും. കൊലായി. ഓക്കെ. നെക്സ്റ്റ് അടിച്ചു വാരുന്നതിന്? അടിച്ചു വാരൽ തന്നെ. അടിച്ചു വാരൽ തന്നെയാണ്. ഇനി അടിച്ചു വാരിയിട്ട് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂട്ടില്ലേ? കാട്ടൻ കോരി. കാട്ടൻ കോരി. ഇങ്ങെന്താ പറയല്? ഞങ്ങളോ? ഞങ്ങൾ പറയുന്നത് വാരുന്ന സാധനം. വാരുന്ന സാധനം. കോരി കോരി. ഓക്കെ. ഇനി നെക്സ്റ്റ് ബാത്റൂം. കക്കൂസ്. ബാത്റൂം ഇങ്ങനെ കക്കൂസ് തന്നെയല്ലേ പറയല്? കക്കൂസ് ഒന്നും ഞങ്ങൾ പറയാറുണ്ട്. എന്ത് ഇംഗ്ലീഷ് മലയാളാക്കി? അതെ, അങ്ങനെ പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് പില്ലോ. തലങ്ങാണി. തലങ്ങാണി. തലങ്ങാണി എന്ന് പറയും. തലങ്ങാണി അല്ലെ? ഞങ്ങൾ അവിടെ തലയണ എന്ന് പറയും. തലങ്ങാണി എടുക്കണ അങ്ങനെ പറയും. തലങ്ങാണി എടുത്താ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മള് അയല്. അയല് ആർത്തി ഇടുന്നല്ലേ? എന്താ പറയാ? ഐക്ക്. ഐക്ക്. ഐക്ക് അല്ലേ അയലിന്? അതിന്റെ മുകളിൽ ഇടുന്നതിന് എന്താ പറയാ? ആർത്തിടല്. ആർത്തിടല്. നൈസ്. ഇതേപോലെ ഇനി വെറൈറ്റി ആയിട്ട് നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം പറയോ? വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ ഒരു വേർഡ്. നമ്മെന്ത് നിങ്ങള് വേഗം വാ വേഗം പോന്ന് പറയും. ബേം ബാ ബേം പോ. ആടോ ഈടാ. ഓന് ഓള്. അങ്ങനെയൊക്കെ നല്ല രസമാണ് അല്ലേ നിങ്ങളെ സ്ലാങ്? അധികം നമ്മ പറയുമ്പോ അള്ളാണ് കളിക്കല്ലേ, അള്ളാനെ മുത്തേ, അത് ഞാൻ ആരോ പറയുന്നത് കേട്ടിരിക്കുന്നല്ലോ. തൊപ്പീൻ്റെതാണ് അല്ലേ? അപ്പം എന്തോരും അള്ളാണ് അല്ലാണ് എല്ലാരും ഒരു അള്ളാണ് അള്ളാണ് അള്ളാണ്. അങ്ങനെ നിങ്ങൾ പറയും. ഓട്ടോമാറ്റിക്കലി വന്നു പോന്ന്. ഓക്കെ. ഈ അടുത്ത് നമ്മുടെ കൽബിലൊരു പാട്ട് പാടിയില്ലായിരുന്നു സഫ? അത് നല്ല രസമുണ്ടായിരുന്നു. അത് പാടിയല്ലോ നമുക്ക്. തൊട്ടിലുറങ്ങുമ്പോ തെല്ലുമേ നോവാതെ നിന്നെ ആട്ടി കണ്ണ
കണ്ണാലെ ചുംബിച്ചോതിയേ നിന്നാലെ നീറിനാദിയേ. സൂപ്പർ, ഭയങ്കര ഫീലിങ്സ് അല്ലേ സഫ പാടുന്ന കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട്. അത് ഇതൊക്കെ പാടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൈറൽ ആയതുമാണ്. ഞാനില്ല അധികവും സ്ലോ ടൈപ്പ് പാടുമ്പോൾ അത്ര റീച്ച് കിട്ടലില്ല. അതായത് ആ ഉള്ള റീച്ച് വരാറില്ല. അതായത് റാപ്പിലാണ്, റാപ്പിലല്ലേലും മില്യൺ അടിക്കും. അതെ, സഫേന്റെ ഓഡിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് റാപ്പാണ്. നമുക്ക് ഇനി വേറൊരു സെഗ്മെന്റിലേക്ക് പോയല്ലോ സഫ. അതായത് കുസൃതി ചോദ്യം. ടാസ്ക് ഒന്നുമില്ല, സിമ്പിളാ. നമുക്കൊരു കുസൃതി ചോദ്യ സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ കൊച്ചു കുസൃതി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ, കുസൃതി ആയിട്ടുള്ള ആൻസർ പറയണം. ഓക്കെ ആണോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. ഈസിയാ? ടഫ് വേണോ? ടഫ് തരാം. ആരും കൂട്ടാത്ത കറി. ആരും കൂട്ടാത്ത കറി. കൂട്ടുകറി അല്ല. ഈ കൂട്ടുകറി എല്ലാം കൂട്ടുന്ന സാധനല്ലേ സദ്യയിലൊക്കെ ഉണ്ടാവുന്ന കൂട്ടുകറി? എടാ കൂട്ടാത്ത കറി പറയട്ടെ. ബേക്കറി. ചളി. ഈ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ ചളി എന്നാ? അതറിയില്ല, ഭയങ്കര ചളിയായിട്ടുള്ള സംഭവമാണ് കുസൃതി ചോദ്യം. ഓക്കെ, നീ ആരും യാത്ര ചെയ്യാത്ത ബസ്. അല്ല, ഇതോടെ ഞാൻ കേട്ടിനി. അടിക്കേ? ആയിക്കോട്ടെ, അടിക്കേ. പറഞ്ഞേ. ആരും യാത്ര ചെയ്യാത്ത ബസ്. സിലബസ്. അല്ലാണിത് നമുക്ക് അറിയല്ലോ. ഇതൊരു ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിട്ടേ. ആണോ? പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? പട്ടി കുരയ്ക്കുന്നത് വായുള്ളോണ്ട്. കറക്റ്റ്, വായു കൊണ്ട്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. ഗർഭപാത്രം. സഫ, നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിയുണ്ട്? കയ്യില. ഇനി ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും ഇവിടെ ഭയങ്കര ഒരിക്കലും ഞാൻ ക്യാമറ കാണിക്കണോ? ഇനി പറഞ്ഞത് ഞാൻ ക്യാമറയിൽ കാണിക്കും. ഇനി എല്ലാവരും ബഹുമാനിക്കുന്ന തല. ബഹുമാനിക്കുന്ന തല. യെസ്, തല. ഓക്കെ, ചുമതല. ചുമതല. എങ്ങനെയുണ്ട്? നെക്സ്റ്റ്, ഒരിക്കലും കായ്ക്കാത്ത മരം. കായ്ക്കാത്ത മരം. തെങ്ങ. മുത്തങ്ങയോ? അല്ല, കൊങ്ങ. കൊങ്ങ അല്ല. കവുങ്ങ. കവുങ്ങ് കായ്ക്കൂല, പിന്നെ അടക്ക എങ്ങനെയാണോ ഉണ്ടാവുന്നേ? ഓ, അതല്ലേ. ഓക്കെ, ഒരിക്കലും കായ്ക്കാത്ത മരം. സമരം. ഞാൻ മരന്നാലിക്കുന്നു. അത് കുസൃതിയാണ് സഫ. ഇനി അടുത്തത്, പറക്കാൻ പറ്റാത്ത കിളി. അറിയോ? ഈ കിളി. മരിക്കാതിരിക്കാൻ എന്ത് വേണം? ജനിക്കാതിരിക്കണം. കറക്റ്റ്. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റിലേഷൻ. കറക്റ്റാ, പക്ഷെ ഇതിൽ മോഡറേഷൻ. റിലേഷൻ. റിലേഷൻ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? രാജ്യം. ശരിക്കും രാജ്യം. ആ രാജ്യത്തിന്റെ ഒരു പേര്. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു രാജ്യം. നീ ആലോചിച്ച് നോക്ക. അറിയോ? അറിയില്ല. സ്പെയിൻ. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താ? സുഖത്തിലും ദുഃഖത്തിലും. അടിക്കും ഞാൻ എന്നെ. സുഖത്തിലും ദുഃഖത്തിലും. എടാ, ആ വേർഡ്, ആ ഒരു ലെറ്റർ. ഓക്കെ, സോ ഇതൊന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊരു വേറെ പാട്ട്. ഓക്കെ. പച്ചർച്ചയില് മണ്ണ് പെട്ടാൽ തുന്നിക്കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ കയറ്റാൽ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിയിട്ട് നോക്കിയാൽ പോലും കിറുക്കമാർക്ക് കിട്ടൂല. മുതലങ്ങ് നിന്നെ കുള്ളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. പച്ചർച്ചയില് മണ്ണ് പെട്ടാൽ തുന്നിക്കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ കയറ്റാൽ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിയിട്ട് നോക്കിയാൽ പോലും കിറുക്കമാർക്ക് കിട്ടൂല. മുതലങ്ങ് നിന്നെ കുള്ളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. മച്ചാനെ മറക്കല്ലേ, മനുഷ്യ മരിച്ച മണ്ണല്ലേ. മനസ്സ് മുഴുവൻ പുണ്ണല്ലേ, നാ കരുണാമയനല്ലേ. തരുന്ന മരണം വരമല്ലേ, തളരും വിരുമ്പ് കർമ്മല്ലേ. ഉയരു തൊടാ മർമ്മല്ലേ, പോരും ഗുണമല്ലേ.
പിടിച്ചാൽ പുള്ളിക്കൊമ്പ് നോക്കി പിടിടാ, അടിച്ചാ കട്ടുപുള്ളി പോലെ അടിടാ, നിനച്ചാ നീ നിനച്ചത് മുടിടാ, ഒരിക്കലും മുന്നം പിഴക്കാത്ത ഗടിടാ. ശ്വാസം മുട്ടുന്നുണ്ടോ സഫക്ക് പാടുമ്പോ? ഇല്ല. ഇല്ല, കാരണം അത്രയും വലിയ ഒരു ടഫായിട്ടുള്ള സോങ് ആയതൊക്കെ അല്ലേ. ഇതൊക്കെ പാടുന്ന സമയത്ത് എന്താ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു വെല്ലുവിളി എന്താ സഫ ഇങ്ങനത്തെ പാട്ട്? ഞാനില്ലേ, ഞങ്ങൾക്കൊരു ശീലമുണ്ട്, ഞാൻ ഡെയിലി ഐസ് ക്യൂബ്സ് കഴിക്കും. ഓ, നിങ്ങൾ പാട്ടുകാർ തീരെ കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷെ ഞാൻ അതിലെന്താ പറയാ, അഡിക്റ്റഡ് ആണ്. ആഹാ, അപ്പൊ ഡെയിലി ഒരു എടുത്ത് കഴിക്കുമോ? ഓരോന്നല്ല, കുറേ കഴിക്കും. അപ്പൊ തൊണ്ടയ്ക്ക് ഇത് വരില്ലേ, ത്രോട്ട് ഇൻഫെക്ഷൻ? അടുക്ക് വരുത്തുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്തൂടെ? അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അഡിക്ഷൻ. എന്ത് ചെയ്യാൻ? അയൺ ഡെഫിഷ്യൻസി എന്താ പറയില്ലേ ഇനി? അയൺ ഡെഫിഷ്യൻസി എന്നിട്ട് പറയില്ലേ. ആഹാ, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും, ഇങ്ങനെ കടിച്ചിങ്ങനെ ഒരു സുഖം. ആഹാ, അങ്ങനത്തെ എന്തൊക്കെ ശീലങ്ങളുണ്ട് സഫയ്ക്ക്? കൊറേ ഉണ്ട്. ചില സ്മെല്ല് ഉണ്ടാവൂലേ, പെട്രോളിന്റെ, പിന്നെ പുതിയ ബുക്കിന്റെ, മണ്ണിന്റെ ഒന്നുമില്ല, ആ മഴ പെയ്യുമ്പോ ഉണ്ടാവുന്ന മണ്ണിന്റെ ഇല്ല. പിന്നെ എന്തിപ്പാ, അങ്ങനത്തെ കുറച്ച് അല്ലേ? അപ്പൊ എന്താ പറയാ, ഇനി ഏതേ പാട്ട് സഫ പാടാനുണ്ടോ? ഒരു സ്ലോ പാട്ട് പാടാം. ഇനി നമ്മുടെ സഫ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ട് നമ്മൾ നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പഠിക്കാം. കൽപ്പിച്ചു റബ്ബേ നീക്കേകിയ മലർമൊട്ടേ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കൽപ്പിച്ചു റബ്ബേ നീക്കേകിയ മലർമൊട്ടേ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്ത്. ഓക്കെ, താങ്ക് യു സഫ, താങ്ക് യു സോ മച്ച്.